അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സർക്കാർ ചേർത്ത് പിടിച്ച എറണാകുളം തൃപ്പൂണിത്തുറയിലെ ദേവകിയമ്മയ്ക്ക് പുതുജീവിതം. സ്വന്തമായി കിടപ്പാടമില്ലാതെ ദുരിത ജീവിതം നയിച്ച 63 വയസ്സുള്ള ദേവകിയമ്മ സർക്കാർ ഒരുക്കിയ വീട്ടിൽ ഇന്ന് സുരക്ഷിതയാണ്. ആരുമില്ലാതെ തനിച്ച് ജീവിക്കുന്ന ദേവകിയമ്മയ്ക്ക് എല്ലാ സഹായങ്ങളുമായി സർക്കാർ ഒപ്പമുണ്ട്. മഴക്കോള് കണ്ടാൽ ആദി കയറുന്ന കാലം, മുട്ടോളം വെള്ളത്തിൽ ഉറങ്ങാത്ത ദിനരാത്രങ്ങൾ. ആ ദുരിതക്കയത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഈ അമ്മയെ കരകയറ്റിയത്. ഒരുപാട് അനുഭവിച്ചതാണ് ഞങ്ങൾ. ഒത്തിരി നാളായി അവിടെ ആയിരുന്നപ്പോഴും നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കയറലും ബഹളവും 3-4 കൊല്ലം അതിൽ നല്ലോണം അനുഭവിച്ചു. പുറത്തുനിന്നൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണേ, അടിച്ചു കയറി അതിൻ്റെ അകത്തേക്കൊക്കെ വരും. രാത്രിയൊക്കെ നിന്ന് ഈ അടിച്ചു കഴുകലും തൂക്കലും ഒക്കെ തന്നെയാണ്. ഇതൊരു വലിയ അനുഗ്രഹം. എങ്ങനെയായാലും വീടെന്ന് പറയുന്ന ഒരു ഇത് എത്രയായാലും അങ്ങനെ ഒരു ഭാഗ്യം. വർഷങ്ങളായി ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയിൽ കഴിയുന്ന ദേവികയമ്മ തിരുവാങ്കുളത്ത് ബന്ധുവീട്ടിലായിരുന്നു താമസം. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മരിച്ചതോടെ പൂർണ്ണമായും തനിച്ചായി. അതിനിടെയാണ് തൃപ്പൂണിത്തുറ നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തിയത്. ഇന്ന് സർക്കാരിന്റെ കരുതലിൽ സ്വന്തം വീട്ടിൽ ഈ അമ്മയ്ക്ക് കിടന്നുറങ്ങാം. കയറി കിടക്കാമല്ലോ, എന്ത് തന്നെയാണെങ്കിലും കയറി കിടക്കാമല്ലോ. അപ്പം ഈ അതിദരിദ്ര വിഭാഗത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഈ കിറ്റ് കിട്ടുന്നതും. അതുകൊണ്ട് അതിങ്ങനെ കിട്ടിപ്പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്, വളരെ ഗുണവുമായി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ദേവികയമ്മയ്ക്ക് ഇന്ന് കിറ്റും മരുന്നുമെല്ലാം മുനിസിപ്പാലിറ്റി മുഖേന സൗജന്യമായി വീട്ടിലെത്തിക്കുന്നുണ്ട്. എല്ലാം അവസാനിച്ചെന്ന് കരുതിയെടുത്തതെന്ന് പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സർക്കാരിലാണ് ഇന്നിവരുടെ പൂർണ്ണ വിശ്വാസം. സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ ഇവരെ ചേർത്ത് പിടിച്ചു. ഇന്ന് ഒന്നും ഭയപ്പെടാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാമെന്ന ആശ്വാസത്തിലാണ് ഈ അമ്മ. ക്യാമറമാൻ ദിബിൻ ദിനകറിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.